2026 എങ്ങനെ നിങ്ങൾ പണം ഉപയോഗിച്ചിട്ട് സ്വന്തം വർക്ക് ചെയ്യിച്ചിട്ട് അത് വളർത്താൻ നമുക്ക് നോക്കാം. 2025 ചിലപ്പോൾ നമ്മുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ് ചിലപ്പം ഭയങ്കര അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ 2026 നിങ്ങളെ കൊണ്ട് പറ്റും. ആൻഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 സ്റ്റെപ്പ് പ്ലാനാണ് ഞാൻ പറയുന്നത്. കുറച്ച് ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും, എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഭയങ്കര ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളായിക്കോട്ടെ, നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഒരു ഐഡിയ ഇല്ല, നിങ്ങൾ ഈ ജേർണിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആളാണ്, എല്ലാവരും കേട്ടിരിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കാര്യം ഈ ചെക്ക് ലിസ്റ്റിലാണ്. ഫിനാൻസ് വിത്ത് അലക്സ് നലൻ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ചു തരുന്നതാണ്. ഹോം ലോൺ മുതൽ ക്രെഡിറ്റ് കാർഡ് മുതൽ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, എന്ത് ചെയ്യരുന്നുള്ള എല്ലാം എഡ്യൂക്കേഷണൽ കണ്ടന്റ് ഈ ചാനലിൽ ഫ്രീ ആയിട്ട് കിട്ടും. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതാണ് ഫസ്റ്റ് കാര്യം. അത് ചെയ്താൽ തന്നെ നിങ്ങൾ 2026 ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പ് കറക്റ്റായിട്ട് ചെയ്തു. രണ്ടാമത്തതാണ് ഈ വീഡിയോ മൊത്തം കാണാം, ലൈക്ക് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പ്രോപ്പറായിട്ട് കിടക്കാം. നമ്മുടെ ഈ പ്ലാനിങ്ങിലെ ആൻഡ് ചെക്ക് ലിസ്റ്റിലെ ഫസ്റ്റ് പ്രോപ്പർ സ്റ്റെപ്പാണ് ഇൻകം. നിങ്ങൾ കുറേ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടോ, ഞാൻ 20% റിട്ടേൺ ഉണ്ടാക്കി, ഞാൻ സ്റ്റോക്സ് ചെയ്തു, ഞാൻ മറ്റേത് ചെയ്തു, ഇത് ചെയ്തു, ഭയങ്കര റിട്ടേൺ ഉണ്ടാക്കുന്ന കഥകൾ കേട്ടിട്ടുണ്ടാവും. ഈ രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇൻകം ഇല്ലാതെ, നിങ്ങൾക്കൊരു ഇൻകം ഇല്ലാതെ, നിങ്ങളത് ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾ റിട്ടേൺ അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഫോർ എക്സാമ്പിൾ, ഇലോൺ മസ്കിന് ഒരു 10,000 കോടി രൂപയുണ്ട്. അയാൾ കുറച്ച് റിട്ടേൺ ഉണ്ടാക്കി തന്നെ അയാൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്, അടുത്ത ജനറേഷൻസും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ട് അല്ലേ. പക്ഷേ അതേസമയം ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര സ്ട്രാറ്റജി, ആ സ്റ്റോക്ക് വാങ്ങിക്കണോ, ഇത് ഷോർട്ട് ചെയ്യണോ, FNO ചെയ്യണോ വിചാരിച്ചിരുന്നിട്ട് 1% കൂടുതൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എത്ര 1000 രൂപ. ആ 1000 രൂപയിൽ എനിക്ക് 20% അല്ല 50% റിട്ടേൺ ഉണ്ടാക്കിയാലും കാര്യമില്ല. അപ്പോൾ ഫസ്റ്റ് കാര്യം, നമ്മൾ ഇടുന്ന പൈസ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വലുതാക്കണം. നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താലേ, അല്ലെങ്കിൽ ഒരു ബൾക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താലേ, നമ്മുടെ ലൈഫിലൊരു വ്യത്യാസം വരുന്ന എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താലേ ഈ 10 12 നിങ്ങളുടെ ഫ്രണ്ട് ബഡേ വരുന്ന 15% ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ. 1000 രൂപ ഇട്ടിട്ട് നിങ്ങളത് ഡബിൾ ആക്കി ട്രിപ്പിൾ ആക്കിയിട്ട് കാര്യമില്ല. പക്ഷെ അതിന് പകരം നിങ്ങൾ നിങ്ങളുടെ ഇൻകം കൂട്ടുക. ഓക്കെ, അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എങ്ങനെ ചെയ്യാൻ പറ്റും. 2026 നമ്മുടെ ഇൻകം കൂട്ടുക, അതാണ് നമ്മുടെ മെയിൻ എഞ്ചിൻ. അല്ലാണ്ട് പൈസ ഇല്ലാത്ത ആൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നുമില്ല, ഇൻവെസ്റ്റ് ചെയ്യാതെ ഒന്നും ഇല്ലെങ്കിൽ എങ്ങനെ കൂട്ടാൻ പറ്റുക? അപ്പോൾ ഫസ്റ്റ് കാര്യം നമ്മൾ ചെയ്യേണ്ട ഇൻകം കൂട്ടുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിലോ അല്ലെങ്കിൽ സൈഡ് ഹസൽസിലോ എങ്ങനെയെങ്കിലും കൂട്ടാൻ നോക്കാം. ഫസ്റ്റ് കാര്യം അത് കൂട്ടിയാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കൂട്ടാൻ പറ്റും. കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താലേ നമുക്ക് അതിൽ നിന്ന് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതാണ് ബേസിക്കലി ഒരു ഫൈനാൻഷ്യൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഐഡിയ. നിങ്ങളുടെ പണത്തിനെ കൊണ്ട് വർക്ക് കീപ്പിക്കുക, നിങ്ങളവിടെ ഇരിക്കുക, പണം നിങ്ങൾക്ക് വേണ്ടി ഇനിയും പണം ഉണ്ടാക്കി തരിക. അതാണ് ബേസിക് ഐഡിയ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കാര്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇൻകം കൂട്ടാൻ നോക്കുക. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് കൂട്ടാൻ നോക്കുക. ഇനി നിങ്ങൾ വിചാരിക്കും നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ്, ഒന്നുമല്ല. സെക്കൻഡ് സ്റ്റെപ്പാണ് സേഫ്റ്റി ബക്കറ്റ്. സേഫ്റ്റി ബക്കറ്റ് എന്ന് പറയുമ്പോൾ 2 ഇമ്പോർട്ടൻറ്റ് കാര്യമാണത്. ഇൻഷുറൻസും ഉണ്ട്, അതേപോലെ എമർജൻസി ഫണ്ടും ഉണ്ട്. ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പും അല്ലെങ്കിൽ ചെയ്യുന്നതിന് മുമ്പും, ഒരു സ്കീമിൽ ചെയ്യുന്നതിന് മുമ്പും എപ്പോഴും ചെയ്യേണ്ടത് എമർജൻസി ഫണ്ടും ഇൻഷുറൻസും വേണം. എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് അടുത്ത 6 മാസത്തേക്ക് ജീവിക്കാനുള്ള ഫുൾ പൈസ നിങ്ങളുടെ ബാങ്കിൽ ഫ്രഷ് ആയിരിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ ഒന്നെങ്കിൽ ക്യാഷ് ആയിട്ടോ ഫ്രഷ് ആയിട്ട് ബാങ്കിൽ ഇരിക്കണം. അത് എവിടെയെങ്കിലും ടൈഡപ്പ് ആയിരിക്കരുത്. ഓക്കെ, അത് മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്കിലോ ഒന്നും ആയിരിക്കരുത്. ഒന്നെങ്കിൽ മാക്സിമം പോയാൽ FD അല്ലെങ്കിൽ ബാങ്കിൽ അങ്ങനെ തന്നെ വെക്കുക. 6 മാസം എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റെൻറ്റ്, ഫുഡ്, എന്തെങ്കിലും EMIs ഉണ്ടെങ്കിൽ അത്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫാമിലി സപ്പോർട്ട് ചെയ്യാണ്ട് അതിന്, ബേസിക്കലി നിങ്ങൾക്ക് 6 മാസത്തേക്ക് ആരും പൈസ ഒന്നുമില്ലെങ്കിൽ ജോലി പോയാലും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും മിനിമം. അപ്പോൾ 6 മന്ത്സിൻ്റെ ഫുൾ ലിവിങ് കോസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അത് കഴിഞ്ഞിട്ടേ നിങ്ങൾ ബാക്കി വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, ബാക്കി വീഡിയോ കാണണം, പക്ഷേ എന്നാലും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കിയുള്ള സ്റ്റെപ്സ് ചെയ്യാൻ പാടുള്ളൂ. എമർജൻസി ഫണ്ട്. സെക്കൻഡ് കാര്യമാണ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് ഹെൽത്ത് മാൻഡേറ്ററി ആണ്. ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഫാമിലി ആണെങ്കിൽ, ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ജോലിയിലൊരു ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങൾ സ്വന്തം ഒരു പ്ലാൻ എടുത്തിരിക്കുക എന്നുള്ളത്. ഹെൽത്ത് ഇൻഷുറൻസ് പറ്റി നമ്മുടെ ചാനലിൽ കുറേ വീഡിയോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എക്സ്പേർട്സിനോട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കി എല്ലാം ഡൗട്ട് ക്ലിയർ ചെയ്ത് സ്കാം ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിറ്റോൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അഫിലിയേറ്റ് ലിങ്കാണ്, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്തോളും. ഇതിനൊരു എക്സ്ട്രാ ചാർജ് ഇല്ല, അവർ നിങ്ങളെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഹെൽപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. അതല്ലാതെ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോപ്പറായി പഠിക്കണമെങ്കിൽ 2-3 ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് തന്നെ അതും കൂടി കാണാൻ മറക്കരുത്. ഇനി വേറെ ഇൻഷുറൻസ് ഉള്ളത് ലൈഫ് ഇൻഷുറൻസാണ്. അത് എല്ലാവരും എടുക്കണം നിർബന്ധമില്ല. നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കും, നിങ്ങൾക്ക് ഡിപ്പെൻഡൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ നാളെ ഇവിടെ ഇല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഇൻകം ഇല്ലെങ്കിൽ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കണം, ലൈഫ് ഇൻഷുറൻസ്. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ് വേണ്ട ഒരാളാണോ, ഡിപ്പെൻഡൻസ് ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഡിറ്റോനെ നിങ്ങൾക്ക് ഹെൽപ്പ് എടുക്കാം. താഴത്തെ ലിങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസ് നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യാം. ഇനി നമ്മുടെ കുറച്ച് ബോറിങ് ആൻഡ് നമ്മുടെ എമർജൻസിയും സേഫ്റ്റി ബക്കറ്റൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി അതിൽ ഒരു ചെറിയ ബോറിങ് കാര്യമുണ്ട്. ഈ ബോറിങ് കാര്യം അല്ലെങ്കിൽ
ഗ്രോത്ത് ഒന്നും ഉണ്ടാവാത്ത പൈസേനെ പറ്റി നിങ്ങൾ ആലോചിക്കുമ്പോൾ വിചാരിക്കും എന്തിനാണ് ഈ ഫിനാൻസ് ചാനലിൽ വന്നിട്ട് ഞാൻ അത് കാണുന്നത്. ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ആ ബോറിങ്ങിലൂടെ കടന്ന് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയ മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്കിനെ പറ്റിയൊക്കെ പറയാം. പക്ഷേ ആദ്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറഞ്ഞു. നിങ്ങൾ എമർജൻസി ഫണ്ട് മാറ്റി വെച്ചു, അത് തുടരരുത്, അത് എപ്പോഴും ആക്സസിബിൾ ആയിരിക്കണം. ഇനി വേണ്ട കാര്യമാണ് നമുക്ക് നെക്സ്റ്റ് 5 ഇയേഴ്സിനൊക്കെയുള്ള പ്ലാനിങ്. ഓക്കെ, ഈ എമർജൻസി ഫണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ 5 ഇയേഴ്സൊക്കെയുള്ള പ്ലാനിങ്ങും നമുക്ക് ലോങ് ടേം പ്ലാനിങ് ഒക്കെ ചെയ്യാം. 2 സെക്ഷനായിട്ട് നിങ്ങൾ പ്ലാനിങ് ചെയ്യണം. 5 വർഷത്തിൽ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ആവശ്യം വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കോളേജ് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളായിക്കോട്ടെ, കല്യാണം കഴിഞ്ഞ ആളായിക്കോട്ടെ, നിങ്ങൾ കുറേ ആവശ്യങ്ങളുണ്ടാവും. 5 വർഷത്തിൽ എന്തൊക്കെ വേണ്ടി വരും? ചിലപ്പോൾ ബൈക്കായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ കല്യാണമായിരിക്കും, ചിലപ്പോൾ കാറായിരിക്കും, ഒരു വീടായിരിക്കും, ചിലപ്പോൾ ഫ്ലാറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനായിരിക്കും. ബേസിക്കലി 5 വർഷത്തിൽ എന്ത് വേണേൽ വരാം. അല്ലെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 5 വർഷത്തിൽ വരാൻ പോകുന്ന എക്സ്പെൻസുകളൊക്കെ എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ റെൻറ്റും കാര്യങ്ങളും അതൊക്കെ സ്ഥിരം പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഡെയിലി കോസ്റ്റിൽ അല്ലെങ്കിൽ മന്ത്ലി കോസ്റ്റിൽ ഇട്ടാൽ മതി. പക്ഷേ നിങ്ങൾക്ക് ഗോൾസ്, ഇങ്ങനെ വലിയ വലിയ ഗോൾസ് അതെടുത്ത് വെക്കുക. ഈ 5 വർഷത്തേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യാം അടുത്ത് എന്തൊക്കെ വേണ്ടി വരുന്നു, ഫോണും കൂടി ഇൻക്ലൂഡ് ചെയ്തതല്ലേ. ഓക്കെ, ഈ 5 വർഷത്തിന് ഉള്ളിൽ വരുന്ന എല്ലാ ഗോൾസിനുള്ള പൈസയും നമ്മൾ എക്വിറ്റി മാർക്കറ്റിലേക്ക് ഇടുന്നില്ല, വിച്ച് ഇസ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക്, മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇടുന്നില്ല. നമ്മളത് ചെയ്യാവുന്നത് എന്താണ്? വളരെ സിമ്പിൾ, FD അല്ലെങ്കിൽ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ്. ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്താണെന്ന് അറിയില്ലെങ്കിൽ നോ വറീസ്, നിങ്ങൾ FDയിൽ ഇട്ടാൽ മതി. കാരണം എന്താണ്, ആ പൈസ നിങ്ങൾക്ക് 5 വർഷത്തിൽ വാങ്ങിക്കാനുള്ള പൈസ അല്ലെങ്കിൽ ആവശ്യമുള്ള പൈസ അത് താഴേക്കോ മേലേക്കോ പോയാൽ നമുക്ക് സങ്കടം. മേലേക്ക് പോകുമ്പോൾ സന്തോഷമാവുള്ളൂ, പക്ഷേ താഴേക്ക് പോകാനും നല്ല സാധ്യതയുണ്ട്. അതാണ് ബേസിക്കലി സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും മേലേക്ക് താഴേക്ക് പോകാം, പക്ഷേ ലോങ് ടേമിൽ മേലേക്ക് പോകുന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷേ ആ 5 വർഷത്തെ സംഭവങ്ങൾ നമ്മൾ സേഫായിട്ട് FDയിലോ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സിലോ ഇടുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള പൈസയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ 5 വർഷത്തെ എല്ലാ എക്സ്പെൻസും ആയിക്കഴിഞ്ഞു. ചിലപ്പോൾ നിങ്ങൾക്ക് 10 ലക്ഷം വേണ്ടി വരും, അല്ലെങ്കിൽ 5 ലക്ഷം വേണ്ടി വരും. 5 ലക്ഷം മൊത്തം എടുത്ത് വെച്ചിട്ട് ഇനി അടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനല്ല, നിങ്ങൾ മെല്ലെ മെല്ലെ പകുതിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസൊക്കെ കഴിഞ്ഞു, എമർജൻസി ഫണ്ട് കഴിഞ്ഞു, ഇനിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പകുതി ഈ 5 ഇയർ എക്സ്പെൻസിലേക്ക് ഇടുക. ബാക്കി പകുതി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം 5 വർഷത്തെ ഗോൾസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഐഡിയാസ് കിട്ടുന്നുണ്ട്. അപ്പോൾ 5 വർഷത്തെ ഗോൾസ് നിങ്ങൾ കഴിഞ്ഞു, അത് നമ്മൾ FD അല്ലെങ്കിൽ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ മാത്രം ഇടുന്നു. സോ ദാറ്റ് ഫ്ലക്ച്വേഷൻ കുറയുന്നുണ്ടാവും, ചെറിയ ഗ്രോത്ത് ഉണ്ടാവും. ഇനിയാണ് 5+ ഇയേഴ്സിലേക്കുള്ള സംഭവങ്ങൾ. നിങ്ങൾ യങ് ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളോ വലിയ പ്രോബ്ലംസോ വലിയ ആവശ്യങ്ങളോ ഫ്യൂച്ചറിലേക്ക് ഫൈനാൻഷ്യൽ എക്സ്പെൻസ് ആയിട്ട് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ അഗ്രസീവ്ലി ഇൻവെസ്റ്റ് ചെയ്തോ. നിങ്ങൾക്ക് എങ്ങനെ അഗ്രസീവ്ലി ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. വളരെ സിമ്പിൾ സ്ട്രെയിറ്റ് ഫോർവേഡ് പ്ലാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഓവർ സ്റ്റോക്ക് മാർക്കറ്റ് നോളജോ ഓവർ വറി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, നേരെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തോ. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തോളും. ഇനി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 2 ടൈപ്പ് ഫണ്ട് മെയിനായിട്ട് എനിക്ക് പറയാൻ പറ്റും. ഏത് ഫണ്ടാണ്? ആക്റ്റീവ് ഫണ്ടും ഇൻഡെക്സ് ഫണ്ടും. മൊത്തം മനസ്സിലാക്കി ഏതാണ് ബെറ്റർ, ഏതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ചെക്കൗട്ട് ചെയ്യാം. അതിൽ മൊത്തം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 50% ഓഫ് ആക്റ്റീവ് ഫണ്ട്സും ഇൻഡെക്സ് ഫണ്ടിനെക്കാട്ടും ബെറ്ററായി പെർഫോം ചെയ്യാറില്ല. അങ്ങനെ പറഞ്ഞാൽ ആക്റ്റീവ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ചും കൂടി കമ്മീഷൻ മേടിക്കും. ഒരു 1% അടുത്ത് കമ്മീഷൻ മേടിച്ചിട്ട് കുറേ ആൾക്കാരൊന്ന് കുത്തിയിരുന്നിട്ട് ഇങ്ങനെ ഫണ്ടുകൾ വാങ്ങിച്ചും വിറ്റുമൊക്കെ ചെയ്യും. ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ സിമ്പിളാണ്. Nifty 50 ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ Nifty 50 എന്നുള്ളൊരു ലിസ്റ്റില്ലേ നമ്മുടെ NSE തരുന്നത്, ആ ലിസ്റ്റ് തന്നെ നിങ്ങൾക്ക് സ്റ്റോക്കായിട്ട് വാങ്ങിച്ചു വെച്ചോളും മ്യൂച്വൽ ഫണ്ടുകാർ. ഓക്കെ, അതിൽ ലിസ്റ്റ് മാറുമ്പോൾ അവർ മാറ്റിക്കോളും. അപ്പോൾ അവർ പ്രത്യേകിച്ച് ഇങ്ങനെ ആ ഫണ്ട് ഈ ഫണ്ട് നോക്കിയൊന്നും ചെയ്യുന്നില്ല. അവർ പാസീവ്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതാണ് ഇൻഡെക്സ് ഫണ്ട്. ഇൻഡെക്സ് ഫണ്ട് ലോങ് ടേമിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫണ്ടുകളാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഓഫ് കോഴ്സ് ചില ആക്റ്റീവ് ഫണ്ടുകൾ ഇൻഡെക്സ് ഫണ്ടിനെ പൊട്ടിക്കും. ഓക്കെ, അതൊരു കോയിൻ ടോസ് അല്ല, ഭാഗ്യം പോലെ ഇരിക്കും. ഇനി നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആക്റ്റീവ് ഫണ്ട് ഏതാണെന്ന് അറിയണം, നിങ്ങൾക്ക് ഏതായിരിക്കും ബെസ്റ്റ് എന്ന് അറിയണം, അടുത്തത് ഏതായിരിക്കും നിങ്ങൾ എയിം ചെയ്യേണ്ടത്, അതിൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് വെച്ച് മാച്ച് ചെയ്യുന്ന ആക്റ്റീവ് ഫണ്ടും എങ്ങനെ അതിലേക്ക് അലോക്കേറ്റ് ചെയ്യണമെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴെ ഉണ്ട് ഡീറ്റെയിൽസ് മൊത്തം. MF20 എന്നുള്ള കോഡ് ഉപയോഗിച്ചാൽ 20% ഓഫ് കിട്ടും. അപ്പോൾ അതിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫുൾ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഒന്നും അറിയാൻ ബാക്കി ഉണ്ടാവില്ല, എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ കോഴ്സാണ്. MF20 കോഡ് ഉപയോഗിക്കാൻ മറക്കണ്ട. അപ്പോൾ താഴെ ലിങ്ക് ഉണ്ട്. ഓക്കെ, ഇനി വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, ഇൻഡെക്സ് ഫണ്ട് നിങ്ങൾക്ക് Nifty 50 ഇൻഡെക്സ് ഫണ്ടിലേക്ക് ഇടാം. അത് ബേസിക്കലി നിങ്ങളുടെ Nifty 50 റിട്ടേൺസ് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. വളരെ കുറവ് എക്സ്പെൻസ് റേഷ്യോ ആണ്. ഓക്കെ, ഇതിൽ നമ്മൾ ഏത് പൈസയാണ് ഇടാൻ പോകുന്നത്? എമർജൻസി ഫണ്ട് കഴിഞ്ഞു, ഹെൽത്ത് ഇൻഷുറൻസ് കഴിഞ്ഞു, നമ്മുടെ 5 ഇയേഴ്സിനുള്ളിലുള്ള ഗോൾസിന് ആവശ്യമുള്ള പൈസയൊക്കെ നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പകുതി ഇവിടേക്ക് മാറ്റി വെക്കാം, പകുതി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. ആ 5 ഇയർ ഗോളും മറക്കരുത്. അത് നമ്മൾ ഡെറ്റിൽ അല്ലെങ്കിൽ FDയിലിടുന്നു. അതേ സമയത്ത് നിങ്ങൾ ബാക്കിയുള്ള കുറച്ച് പൈസ നിങ്ങൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഒന്നെങ്കിൽ ആക്റ്റീവ് ഫണ്ട് ഇൻഡെക്സ് ഫണ്ടിൽ ഇട്ട് നിങ്ങൾക്ക് മാറ്റി വെക്കാം. ഇങ്ങനെയായിരിക്കണം നിങ്ങളുടെ സിമ്പിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾ. ഓക്കെ, ഇത് ചെയ്താൽ തന്നെ
വെരി ഗുഡ്. നിങ്ങൾ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എമർജൻസി ഫണ്ട് മറക്കരുത്, ഹെൽത്ത് ഇൻഷുറൻസ് മറക്കരുത്, പിന്നെ 5 ഇയറിലുള്ള ആവശ്യമുള്ള മാറ്റി വെക്കണം, പിന്നെ അതിനോടൊപ്പം നിങ്ങൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യുക. ആൻഡ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് മറക്കരുത്, മാക്സിമം ഇൻകം കൂട്ടാൻ നോക്കുക. അത് നിങ്ങൾക്ക് പറ്റുന്നത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് കൂട്ടാൻ നോക്കുക. ഓക്കെ, 1% കൂടിയോണ്ട് നമ്മുടെ 1000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ചെറിയ വ്യത്യാസം വരും. അതിന് 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കാട്ടും വ്യത്യാസം വരും. ഇനി 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1% മാറ്റത്തിന് ഭയങ്കര വ്യത്യാസം വരും. അപ്പം നിങ്ങളുടെ മെയിൻ എൻജിൻ നിങ്ങളുടെ ഇൻകം കൂട്ടുക, ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുക, എന്നാലേ ഇതിലൊക്കെ കാര്യമുള്ളൂ. ഇതോടെ നമ്മുടെ ഫസ്റ്റ് ബേസിക് പ്ലാൻ ഓഫ് 2026 ഫൈനാൻഷ്യൽ പ്ലാൻ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്, സ്റ്റോക്സ് ആണോ മ്യൂച്വൽ ഫണ്ട്സ് ആണോ അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് മ്യൂച്വൽ ഫണ്ട്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയാൻ താല്പര്യം ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. ഇനി കുറേ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സ്. ഓൾ ദി ബെസ്റ്റ് ഫോർ 2026 ഫൈനാൻഷ്യൽ പ്ലാനിങ്. സീ യു ഇൻ അനദർ വീഡിയോ.